ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാണ്? സ്വന്തം അമ്മയുടെ നെഞ്ചാണോ? അതോ സ്വന്തം വീടോ? എന്നാൽ അത് രണ്ടുമില്ലാതെ വളരേണ്ടി വന്ന ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഓരോ നഗരത്തിലും ഓരോ പേരിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു അമ്മ, തൻ്റെ യഥാർത്ഥ പേരുപോലും അറിയാതെ വളരുന്ന ഒരു മകൻ. സത്യം മറച്ചു വയ്ക്കുന്നത് അവനെ രക്ഷിക്കാനാണോ, അതോ ഒരു വലിയ കുറ്റത്തിൻ്റെ അടയാളങ്ങൾ മായ്ക്കാനാണോ? നമ്മൾ കാണാൻ പോകുന്നത് ഒരു ത്രില്ലറാണെന്ന് തോന്നും. എന്നാൽ ക്ലൈമാക്സ് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു അമ്മയുടെയും മകന്റെയും ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥയാണെന്ന്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ സർവൈവൽ ത്രില്ലറിന് പുതിയൊരു ഭാഷ നൽകിയ സംവിധായകൻ ചിദംബരം ഇത്തവണ പ്രേക്ഷകനെ ഇരുട്ടും സസ്പെൻസും കൊണ്ട് മാത്രമല്ല വികാരങ്ങൾ കൊണ്ടും പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ്. ഇതാണ് ബാൽ ആൻഡ് ദി ബോയ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ ത്രില്ലറിനെ കുറിച്ചല്ല. മാതൃത്വം, തിരിച്ചറിയൽ, അതിജീവനം, മനുഷ്യന്റെ ഉള്ളിലെ ഭയം, ഇതെല്ലാം ചേർത്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഒരു സിനിമ എന്നതിലുപരി ഓരോ സത്യത്തിനും പിന്നിൽ മറ്റൊരു സത്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം. ബാൽ ആൻഡ് ദി ബോയ് സംവിധായകൻ ചിദംബരം ഒരുക്കിയ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ഡ്രാമ ചിത്രമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കഥ മാത്രമല്ല, ആ കഥ പറയുന്ന രീതിയും കൂടിയാണ്. 2026 പുറത്തിറങ്ങിയ ബാൽ ആൻഡ് ദി ബോയ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന വൻ വിജയത്തിന് ശേഷം അദ്ദേഹം ഒരുക്കിയ അടുത്ത ചിത്രമായതിനാൽ സിനിമ റിലീസിന് മുമ്പേ വലിയ പ്രതീക്ഷയിലായിരുന്നു. ചിത്രത്തിൽ ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ KR, മുഹമ്മദ് സിനാൻ, ജീൻ പോൾ ലാൽ, ബീന ആന്റണി, ഡോളി ജോൺ കൂടാതെ ടൊവിനോ തോമസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സുഷിൻ ശ്യാമിന്റെ സംഗീതവും ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണവും സിനിമയുടെ പ്രധാന സാങ്കേതിക ആകർഷണങ്ങളായി നിരൂപകർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ബാലൻ ഒരു അതിവേഗ ആക്ഷൻ ത്രില്ലറല്ല. അതുപോലെ ഓരോ 10 മിനിറ്റിലും ട്വിസ്റ്റുകൾ നിറയ്ക്കുന്ന ഒരു മിസ്റ്ററി ചിത്രവുമല്ല. മറിച്ച് ഒരു അമ്മയുടെയും മകന്റെയും ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മാനസിക യാത്രയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഒരു സ്ത്രീയും അവളുടെ മകനും പുതിയ തിരിച്ചറിയലുകളിലൂടെ ജീവിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ നിന്നാണ് കഥ വികസിക്കുന്നത്. അവരുടെ ജീവിതത്തെ പിന്തുടരുന്ന ഭയവും ഭൂതകാലത്തിന്റെ നിഴലുമാണ് സിനിമയുടെ പ്രധാന സംഘർഷം. ചിദംബരം പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു കഥ പറച്ചിലാണ് ബാൽ ആൻഡ് ദി ബോയ് എന്ന ചിത്രത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ കേന്ദ്രത്തിൽ ഒരു അമ്മയും മകനുമാണെങ്കിലും അത് വെറും കുടുംബകഥയല്ല. തിരിച്ചറിവ്, ഭയം, ഒളിച്ചോട്ടം, ഓർമ്മ, സത്യം എന്നിവയെക്കുറിച്ചുള്ള ഒരു യാത്രയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത തുടക്കത്തിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും നൽകാതെ പ്രേക്ഷകനെ ചോദ്യങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ്. ഈ അമ്മ എന്തിനാണ് ഓടുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റുന്നത്? കുട്ടിയോട് പോലും എന്തുകൊണ്ട് സത്യം പറയുന്നില്ല? ഈ ചോദ്യങ്ങളാണ് ഈ ചിത്രം കാണുന്ന ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ ഉദിക്കുന്നത്. ഇത് അതിവേഗ ട്വിസ്റ്റുകൾ നിറച്ച ഒരു സാധാരണ ത്രില്ലർ സിനിമയല്ല. ക്ഷമയോടെ കഥാപാത്രങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറായ പ്രേക്ഷകർക്കാണ് ഈ സിനിമ കൂടുതൽ അനുഭവവേദ്യമാകുന്നത്. ഒരു സ്ത്രീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അവളുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. എന്നാൽ പുറത്തേക്ക് വന്നിട്ടും അവരുടെ ജീവിതം സ്വതന്ത്രമാകുന്നില്ല. മറിച്ച് യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത് തന്നെ അപ്പോഴാണ്. അവർ ഒരു സ്ഥലത്തും അധികകാലം നിൽക്കില്ല. പുതിയ പട്ടണം, പുതിയ പേര്, പുതിയ കഥ. പക്ഷേ ഭയം അതുമാത്രം എന്നും പഴയത് തന്നെ. ആ കുട്ടിയുടെ ലോകം എന്നത് അവൻ്റെ അമ്മയാണ്. അവൾ പറയുന്ന ഓരോ കഥയും അവൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ കഥകളിൽ എത്രയാണ് സത്യം, എത്രയാണ് അവനെ സംരക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കള്ളങ്ങൾ? ഇതാണ് സിനിമ പ്രേക്ഷകനോട് ആദ്യ 10 മിനിറ്റിൽ തന്നെ ചോദിക്കുന്നത്. സിനിമയുടെ വലിയ ശക്തി ഒരു രഹസ്യം തുറക്കുമ്പോൾ മറ്റൊന്ന് സൃഷ്ടിക്കുന്ന രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ പ്രേക്ഷകൻ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു നല്ല ത്രില്ലർ പ്രേക്ഷകനെ ഭയപ്പെടുത്തും. ഒരു മികച്ച ത്രില്ലർ പ്രേക്ഷകനെ ചിന്തിപ്പിക്കും. എന്നാൽ ബാൽ ആൻഡ് ദി ബോയ് ചെയ്യുന്ന കാര്യം അതിനും അപ്പുറമാണ്. ഓരോ സീനിലും പ്രേക്ഷകന്റെ മനസ്സിൽ പുതിയ ചോദ്യങ്ങൾ വിതയ്ക്കുകയാണ് ഈ സിനിമ. ആദ്യ ഭാഗം മുതൽ തന്നെ സംവിധായകൻ ചിദംബരം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ സിനിമയിൽ വില്ലൻ ആരാണെന്ന് കണ്ടെത്തുക. മറിച്ച് ഈ അമ്മ എന്തിനാണിങ്ങനെ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മുഴുവൻ സിനിമയിലും ഒരു പ്രേക്ഷകൻ പതിയെ അന്വേഷിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവർക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവസരമുണ്ട്. പക്ഷേ സംവിധായകൻ ആ അവസരം വളരെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. സാധാരണ സിനിമകളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കഥാപാത്രം സ്വാതന്ത്ര്യം ആഘോഷിക്കും. ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം ജയിലിന് പുറത്തുള്ള ലോകമാണ് ഈ കഥാപാത്രത്തിന് കൂടുതൽ ഭയാനകം. ഈ ഒരു ആശയം മാത്രം സിനിമയുടെ മുഴുവൻ ടോണിനെ നിർവചിക്കുന്നു. അമ്മയുടെ മുഖത്ത് ഒരു നിമിഷം പോലും സമാധാനമില്ല. അവൾ എപ്പോഴും ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വഴിയിലൂടെ പോകുന്ന ഓരോ മനുഷ്യനെയും സംശയത്തോടെ നോക്കുന്നു. ചെറിയൊരു ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കും.
സംവിധായകൻ ഇതൊന്നും സംഭാഷണങ്ങളിലൂടെ പറയുന്നതല്ല. ക്യാമറയും കഥാപാത്രത്തിൻ്റെ പെരുമാറ്റവുമാണ് അത് നമ്മളെ അനുഭവിപ്പിക്കുന്നത്. ഇവിടെയാണ് ബാലൻ എന്ന കഥാപാത്രത്തെ സിനിമ പതിയെ പരിചയപ്പെടുത്തുന്നത്. അവൻ ഒരു സാധാരണ കുട്ടിയാണ്. കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അമ്മ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു. ലോകത്തെക്കുറിച്ച് അറിയാനുള്ള കൗതുകമുണ്ട്. പക്ഷേ പ്രേക്ഷകൻ വളരെ വേഗം ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ കുട്ടിയുടെ ജീവിതത്തിൽ സ്ഥിരത എന്നൊരു വാക്കില്ല. ഇന്ന് ഒരു പേര്, നാളെ മറ്റൊരു പേര്. ഇന്ന് ഒരു ഗ്രാമം, നാളെ മറ്റൊരു പട്ടണം. ഇന്ന് ഒരു കഥ, നാളെ അതിനു പകരം മറ്റൊരു കഥ. ഈ ആവർത്തിച്ചുള്ള തിരിച്ചറിയൽ മാറ്റങ്ങൾ സിനിമയുടെ പ്രധാന മോട്ടീവായി മാറുന്നു. അവ വെറും കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപകരണമല്ല, തിരിച്ചറിവ് തന്നെ നഷ്ടപ്പെട്ട ഒരു ബാല്യത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെയാണ് തിരക്കഥയുടെ ബുദ്ധി പ്രകടമാകുന്നത്. പ്രേക്ഷകനോട് എല്ലാ വിവരങ്ങളും ഒരുമിച്ച് പറയുന്നില്ല. പകരം ഓരോ രംഗത്തും ചെറിയ ചെറിയ സൂചനകൾ മാത്രം നൽകുന്നു. ആ സൂചനകൾ കൂട്ടിച്ചേർക്കേണ്ടത് പ്രേക്ഷകനാണ്. ഇത് വളരെ റിസ്ക്കുള്ള കഥ പറച്ചിൽ രീതിയാണ്. കാരണം പ്രേക്ഷകൻ ശ്രദ്ധിക്കാതെ പോയാൽ കഥയുമായുള്ള ബന്ധം നഷ്ടമാകും. പക്ഷേ ശ്രദ്ധിച്ചു കാണുന്നവർക്ക് ഓരോ രംഗത്തിനും പിന്നീട് പുതിയ അർത്ഥങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ടാണ് പല നിരൂപകരും ഈ സിനിമയെ വീണ്ടും കാണുമ്പോൾ പുതിയ ഡീറ്റെയിലുകൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന സിനിമയെന്ന് വിശേഷിപ്പിക്കുന്നത്. ആദ്യ പകുതിയിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ സംവിധായകൻ അമിതമായ സെന്റിമെന്റ്സിലേക്ക് പോകുന്നില്ല. വലിയ ഡയലോഗുകളില്ല, കരച്ചിൽ നിറഞ്ഞ രംഗങ്ങളുമില്ല. പക്ഷേ ഒരു ചെറിയ നോട്ടം, ഒരു നിശബ്ദത, ഒരു കൈപിടുത്തം, ഇതൊക്കെ അവരുടെ ബന്ധത്തിന്റെ ആഴം കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ ഒരു ത്രില്ലർ മാത്രമല്ല, ഒരു അമ്മയും മകനും തമ്മിലുള്ള അതിജീവനത്തിന്റെ കഥ കൂടിയാണെന്ന് നിരൂപകർ വിലയിരുത്തുന്നത്. ആദ്യ പകുതിയുടെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ കഥയുടെ വേഗത പതിയെ ഉയരുന്നു. വെറും ചോദ്യങ്ങളായി തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ അപകടത്തിന്റെ സൂചനകളായി മാറുന്നു. പ്രേക്ഷകൻ തിരിച്ചറിയുന്നു, ഈ കുടുംബം വെറുതെ ഒളിച്ചോടുകയല്ല. അവർ ആരിൽ നിന്നോ, എന്തോ ഒരു സത്യത്തിൽ നിന്നോ രക്ഷപ്പെടുകയാണ്. അവിടെയാണ് സിനിമയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു തലത്തിലേക്ക് പ്രേക്ഷകനെ എത്തിക്കുന്നത്. ഒരു സിനിമയുടെ യഥാർത്ഥ വിജയമെന്താണ്? തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്ന് പറയാം. ചില സിനിമകൾ ട്വിസ്റ്റുകൾ കൊണ്ട് ഞെട്ടിക്കും, ചില സിനിമകൾ വിഷ്വൽസ് കൊണ്ട് വിസ്മയിപ്പിക്കും. എന്നാൽ ചില സിനിമകൾ നമ്മുടെ മനസ്സിൽ പതിയെ കയറി വന്ന് ഒരു വികാരം മാത്രം ബാക്കിയാക്കും. ബാലൻ ദി ബോയ് അത്തരം അനുഭവം നൽകാൻ ശ്രമിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രം പ്രേക്ഷകനെ വേഗത്തിൽ ഓടിക്കുന്നില്ല, മറിച്ച് കഥാപാത്രങ്ങളോടൊപ്പം പതിയെ നടക്കാൻ ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഗതി ചിലർക്ക് മന്ദഗതിയായി തോന്നിയപ്പോൾ മറ്റു ചിലർക്ക് അതുതന്നെ കഥാപാത്രങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടാൻ സഹായിച്ചു. സിനിമയുടെ ശക്തി കഥയിലെ വലിയ രഹസ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ വികാരകേന്ദ്രം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. നിരൂപകരുടെ അഭിപ്രായത്തിൽ സിനിമയിലെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് അമിത നാടകീയതയില്ലാതെ അവതരിപ്പിച്ച രീതി. അതുകൊണ്ട് തന്നെ ചില റിവ്യൂകൾ അതിനെ മദർ സൺ സർവൈവൽ ഡ്രാമ ഡിസ്ഗൈസ്ഡ് ആസ് എ ത്രില്ലർ എന്ന് വിശേഷിപ്പിച്ചു. മഞ്ഞുമൽ ബോയ്സ് കണ്ടവർക്ക് സംവിധായകൻ ചിദംബരത്തിൽ നിന്ന് വലിയ തോതിലുള്ള സർവൈവൽ ടെൻഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ ബാലൻ ദി ബോയ് മറ്റൊരു വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ സംവിധായകൻ വലിയ സംഭവങ്ങളെക്കാൾ മനുഷ്യരുടെ ഉള്ളിലെ ഭയം, കുറ്റബോധം, മാതൃത്വം, തിരിച്ചറിയൽ എന്നിവയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു. അതാണ് ഈ സിനിമയെ ഒരു സാധാരണ ത്രില്ലറിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം. പേരിൽ ബാലൻ എന്നുണ്ടെങ്കിലും ഈ സിനിമ ഒരു കുട്ടിയുടെ കഥ മാത്രമല്ല പറയുന്നത്. ഇത് ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ കൂടിയാണ്. കഥയിൽ മിസ്റ്ററിയും ടെൻഷനും ഉണ്ടെങ്കിലും സിനിമയുടെ വികാരപരമായ അടിത്തറ ആ ബന്ധമാണ്. അതുകൊണ്ടാണ് പല നിരൂപകരും ഇതിനെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നതിനേക്കാൾ മദർ സൺ ഡ്രാമ എന്ന നിലയിലും വിലയിരുത്തിയിരിക്കുന്നത്. കഥ പറയുന്ന രീതിയുടെ പ്രത്യേകത. ഈ സിനിമയുടെ അവതരണ രീതി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം സംവിധായകൻ വളരെ പതുക്കെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ സംഭവവും വേഗത്തിൽ വിശദീകരിക്കാതെ പ്രേക്ഷകൻ തന്നെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ സമയം നൽകുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ചിലർക്ക് സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയായി തോന്നി. അതേസമയം ചിലർക്ക് ഇതേ കാര്യം സിനിമയുടെ വേഗതയെ ബാധിച്ചതായി അനുഭവപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് അഭിപ്രായങ്ങളും ഒരുപോലെ നിലനിൽക്കുന്നു എന്നതാണ്. സംവിധായകന്റെ സമീപനം മഞ്ഞുമൽ ബോയ്സ് കണ്ടവർക്ക് ഈ സിനിമ ഒരു സർവൈവൽ ത്രില്ലർ പോലെ തോന്നുമെന്ന് പ്രതീക്ഷയുണ്ടാകാം. പക്ഷേ ഇവിടെ ചിദംബരം തെരഞ്ഞെടുക്കുന്നത് മറ്റൊരു വഴിയാണ്. വലിയ ആക്ഷൻ രംഗങ്ങളെക്കാൾ, ഉച്ചത്തിലുള്ള പശ്ചാത്തല സംഗീതത്തെക്കാൾ, വേഗതയേറിയ ട്വിസ്റ്റുകളേക്കാൾ മനുഷ്യരുടെ വികാരങ്ങളെയാണ് അദ്ദേഹം മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഈ സിനിമയുടെ പ്രധാന വ്യക്തിത്വം. ഈ സിനിമയെക്കുറിച്ചുള്ള മിക്ക നിരൂപണങ്ങളിലും ആവർത്തിച്ചു വന്ന ഒരു കാര്യമാണ് അഭിനേതാക്കളുടെ പ്രകടനം. പ്രത്യേകിച്ച് ഫർസാന പാലത്തിങ്കലിന്റെ പ്രകടനം സിനിമയുടെ വികാരഭാരം ചുമക്കുന്ന പ്രധാന ഘടകമാണെന്ന് പലരും എടുത്തു പറയുന്നു. അതുപോലെ ബാലതാരത്തിന്റെ പ്രകടനവും സിനിമയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമായി വിലയിരുത്തപ്പെട്ടു. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പ്രേക്ഷകന് വിശ്വസിക്കണമെങ്കിൽ
അഭിനയത്തിന് വലിയ പങ്കുണ്ട്. ഈ സിനിമയിൽ ആ ഭാഗം പൊതുവെ നല്ല പ്രതികരണമാണ് നേടിയത്. ആദ്യ പകുതി എന്തുകൊണ്ട് കൂടുതൽ പ്രശംസിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, നിരൂപകരുടെ വിലയിരുത്തലുകളിൽ പൊതുവായി കാണുന്ന ഒരു നിരീക്ഷണമുണ്ട്. സിനിമയുടെ ആദ്യ പകുതി അത് സൃഷ്ടിക്കുന്ന അന്തരീക്ഷം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, ചോദ്യങ്ങൾ ഉയർത്തുന്നു, കൗതുകം നിലനിർത്തുന്നു. ഈ ഭാഗമാണ് പലർക്കും കൂടുതൽ ആകർഷകമായി തോന്നിയത്. പക്ഷേ രണ്ടാം പകുതിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി. ചിലർക്ക് അത് വികാരപരമായി പ്രവർത്തിച്ചപ്പോൾ മറ്റു ചിലർക്ക് അതേ പകുതിയുടെ അതേ തീവ്രത നിലനിർത്താനായില്ലെന്ന് തോന്നി. ഇത് സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിലും നിരൂപണങ്ങളിലും ആവർത്തിച്ചു വന്ന വിഷയമാണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എല്ലാ പ്രേക്ഷകരും ഒരേ അഭിപ്രായം പറയണമെന്നില്ല. പക്ഷേ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കണം. ബാൽ ആൻഡ് ദി ബോയ് അത്തരമൊരു സിനിമയാണ്. ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും രണ്ടുപേരും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. അതാണ് ഒരു കലാസൃഷ്ടിയുടെ ആദ്യ വിജയം. ഒരു സിനിമ അവസാനിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. ചിലപ്പോൾ സിനിമ അവസാനിക്കുന്നത് കഥ കൊണ്ടല്ല, ഒരു വികാരം കൊണ്ടായിരിക്കാം. ബാൽ ആൻഡ് ദി ബോയ് അത്തരമൊരു സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഒരു ത്രില്ലറായി മാത്രം നിൽക്കാതെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ വികാരഭാരം പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ്. സംവിധായകൻ ചിദംബരം ഇത്തരം വേഗതയേറിയ ഒരു സർവൈവൽ അനുഭവത്തിന് പകരം പതിയെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കഥയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ക്ഷമയോടെ കാണുന്നവർക്ക് സിനിമയുടെ വികാരങ്ങളും കഥാപാത്രങ്ങളും കൂടുതൽ ശക്തമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അഭിനയത്തിൽ ഫർസാന പാലത്തിങ്കലിന്റെ പ്രകടനവും ബാലതാരത്തിന്റെ സ്വാഭാവിക അഭിനയവും സുഷിൻ ശ്യാമിന്റെ സംഗീതവും ഷൈജു ഖാലിദിന്റെ ദൃശ്യഭാഷയും സിനിമയുടെ പ്രധാന ശക്തികളായി പല നിരൂപകരും എടുത്തു പറയുന്നു. അതേസമയം രണ്ടാം പകുതിയുടെ ഗതിയെക്കുറിച്ച് അഭിപ്രായങ്ങൾ വിഭജിക്കപ്പെടുകയും ചെയ്തു. ചിലർ അതിനെ വികാരപരമായി ഫലപ്രദമെന്ന് വിലയിരുത്തിയപ്പോൾ മറ്റു ചിലർ ആദ്യ പകുതിയുടെ അതേ തീവ്രത അവസാനം വരെ നിലനിർത്താനായില്ലെന്ന് അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ബാൽ ആൻഡ് ദി ബോയ് ഒരു മാസ് എന്റർടൈനർ അല്ല, ഇതൊരു സ്ലോ ബേൺ സൈക്കോളജിക്കൽ ഡ്രാമയാണ്. ഈ സിനിമ കാണാൻ പോകുന്നവർ വലിയ ട്വിസ്റ്റുകൾ മാത്രം പ്രതീക്ഷിക്കുന്നതിന് പകരം കഥാപാത്രങ്ങളുടെ വികാരയാത്ര അനുഭവിക്കാൻ തയ്യാറായാൽ സിനിമ കൂടുതൽ സ്വാധീനിച്ചേക്കാം. ഓരോ സിനിമയും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. പക്ഷേ ചില സിനിമകൾ അവയെ സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. ബാൽ ആൻഡ് ദി ബോയ് അത്തരമൊരു ശ്രമമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.